രൂപം പൊതിച്ചിരുന്ന പുതപ്പ് എന്റെ പെട്ടിയിൽ മടക്കി വെച്ചിരുന്ന സാധന. പിന്നീട് ആ രൂപത്തെ കണ്ടില്ല. പക്ഷെ ആ പുതപ്പ് എന്റെ പെട്ടിയിൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആ ഹോസ്റ്റലിൽ ചെന്ന സമയത്ത് മന്ദാകിനി ഒരു കമ്പിളി പുതപ്പിനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ പുതപ്പ് തന്നെയാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട്. ഗബ്രിയുടെ വീട്ടിൽ നിന്ന് അതെങ്ങനെ അവിടെ എത്താനാ? നോ ചാൻസ്. ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആ പുതപ്പിന് ഒരു അസാധാരണ സ്വഭാവമുണ്ട്. പാരാനോർമൽ ആക്ടിവിറ്റി. അതെ, മോഴക്കുന്നിലേക്ക് പോകാൻ എല്ലാരും റെഡി ആവണേ. നമ്മളെല്ലാം റെഡിയാ. ഇന്നലെ രാത്രിയിലെ എല്ലാം പ്രിപ്പയർഡ് ആയതല്ലേ. യാത്ര മോഴക്കുന്നിലേക്കല്ലേ, അപ്പൊ ഇവിടെയുള്ള സ്നാക്സ് മുഴുവൻ കൊണ്ടുപോവാ. ഇങ്ങോട്ട് പോയാലും നിനക്ക് ഇതിനൊരു കുറവില്ല. നമ്മളെ തിന്ന് വയറ് നിറയ്ക്കാനല്ല പോകുന്ന, ആരവിന്റെ അമ്മയെ കണ്ടുപിടിക്കാന്. ഇനി വിശപ്പുള്ളവർക്കേ വല്ലതും കഴിക്കാൻ പറ്റും. വല്ലതും കഴിക്കുന്നവർക്കേ വിശപ്പും ഉണ്ടാവും. അല്ലാത്തവർ നിന്നെ പോലെ ഉണങ്ങി ചുരുണ്ടിരിക്കും. ഒരു ബോഡി ഷേം ചെയ്താലുണ്ടല്ലോ. ഫുഡിനെ പറ്റി പറഞ്ഞ ബോഡിയെ വെച്ച് പറയും. നീ ഒരു പിത്തക്കാടി. ഏയ് നിക്ക്, ഒരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോ നിങ്ങൾ ഇങ്ങനെ വഴക്കിടല്ലേ. മേഘ സ്നാക്സ് എടുത്തോട്ടെ. ആ അല്ല, ആ ചെക്കൻ ഇതുവരെ റെഡിയായില്ലേ? ഡാ ആരവേ, ആരവെവിടെ? അതെ, അവനവിടെ ഇല്ല. ഇന്ന് നമ്മൾ മോഴക്കുന്നിലേക്ക് പോകുന്ന കാര്യം അവൻ അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ അവൻ മുങ്ങിയത്? അവൻ ഇത് എന്ത് പണിയാ കാണിച്ചത്? നമുക്ക് മോഴക്കുന്നിലേക്ക് പോണ്ടേ? എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ ഇതാണ് അവന്റെ സ്വഭാവം. ഇന്ന് മോഴക്കുന്നിലേക്ക് പോണെന്ന് നമ്മൾ അവനോട് പറഞ്ഞെങ്കിലും അവൻ വരുമെന്നോ വരില്ലെന്നോ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോ ഇപ്പൊ മുങ്ങിയത് നമ്മുടെ കൂടെ വരാൻ ഉദ്ദേശമില്ലാത്തോണ്ടാ. ഈ യാത്രക്ക് ആരവിന്റെ താല്പര്യമില്ലാമയുടെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സ്ഥലത്തെ കുറിച്ച് കേൾക്കുമ്പോ അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ സ്ഥലം കാണുമ്പോ ഉണ്ടാവുന്ന മാനസിക പ്രശ്നമാവാം അവൻ വരാതിരിക്കുന്നതിന് കാരണം. അങ്ങനൊരു പ്രശ്നം അവനുണ്ട്. അവന്റെ നാട് ഒരു ശവപ്പുറമാണെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കാൻ അവന് പറ്റിയെന്ന് വരില്ല. അമ്മയോടൊത്തുള്ള അവന്റെ ഓർമ്മകൾ അവനെ വല്ലാതെ വീർപ്പ് മുട്ടിക്കും. അമ്മ ഇപ്പൊ ഇല്ലാത്ത സ്ഥലമല്ലേ അത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അന്ന് നിന്നോടൊപ്പം വന്നവനാണ് ആരവ്. അന്നവൻ എന്തിനു നാട്ടിൽ പോകാൻ തയ്യാറായി? ഇന്ന് എന്തുകൊണ്ട് അതേ സ്ഥലത്ത് വരാൻ അവൻ മടിക്കുന്നു? അതിന് ആരവ് വ്യക്തമായ ഉത്തരം തന്നിട്ടില്ല. എനിക്ക് മറ്റൊരു സംശയമുണ്ട്. തുടങ്ങി ലോകത്ത് ആർക്കും ഇല്ലാത്ത അവളൊരു സംശയം. സംശയം തോന്നിയാ അത് ചോദിക്കണം. നിന്നെ പോലെ സംശയം ചോദിച്ചാ ഞാൻ മണ്ടിയായി പോകുന്നല്ലോ തോന്നലൊന്നും എനിക്കില്ല. എന്താ നിന്റെ പുതിയ സംശയം? ആരവ് അവന്റെ അമ്മയെ കുറിച്ച് നമ്മളോട് എപ്പോഴും പറയും. ആരവന്റെ അച്ഛൻ? ആരവ് അവന്റെ അച്ഛനെ പറ്റി ഒരക്ഷരം പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അവൻ അച്ഛനില്ലേ? അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാവും അവൻ അച്ഛനെ കുറിച്ച് ഒന്നും പറയാത്ത. അവൻ അച്ഛനില്ല, അത് തന്നെയാ സത്യം. ഒരുപക്ഷെ ഓർമ്മ വെച്ച നാളെ മുതൽ അവൻ അച്ഛന്റെ മുഖം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അച്ഛൻ അവന്റെ ഓർമ്മയിലുണ്ടാവില്ല. എന്നും അമ്മയെ മാത്രം കണ്ടു വളർന്ന അവന്റെ മനസ്സിൽ അമ്മ മാത്രമേ ഉള്ളൂ. അവനൊരിക്കലും കണ്ടിട്ടില്ലാത്ത അച്ഛനെ കുറിച്ച് അവൻ എന്തു പറയാനാ? അമ്മയാ അവന്റെ വേദന. അതിനിടയിലും അച്ഛനെ കുറിച്ച് ചോദിച്ച് നമ്മൾ അവനെ കൂടുതൽ വേദനിപ്പിക്കരുത്. അവന്റെ കാര്യം അവനോട് ചോദിക്കണ്ടേ? യാത്രയുടെ കാര്യം എങ്ങനെയാ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ രാത്രി 9 മണിക്ക് മുമ്പ് നമുക്ക് ഇവിടെ തിരിച്ചെത്താൻ പറ്റൂ. ഇനിയും ലേറ്റായ ഇങ്ങോട്ടുള്ള നമ്മുടെ യാത്ര പ്രശ്നമാവും. നമ്മുടെ യാത്ര മുടക്കാനാണ് ആരവ് ഇപ്പൊ മുങ്ങിയത്. അവൻ കൂടെ ഇല്ലാതെ നമ്മുടെ മോഴക്കുന്നിലേക്ക് പോയില്ല എന്ന് അവനറിയാം. അങ്ങനെയൊന്നും ഈ യാത്ര മുടങ്ങാൻ പോകുന്നില്ല. ആരവ് കൂടെ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ മോഴക്കുന്നിലേക്ക് പോകും. അതാണ് തീരുമാനം.